ഇതാണ് ഇപ്പോൾ ട്രെയിനിൻ്റെ ഡ്രൈവർ. ഞാനപ്പോൾ ഇതുവരെ ട്രെയിനിൻ്റെ ഡ്രൈവറിനെ ശരിക്കും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ ഡ്രൈവറിനെ കണ്ട സ്ഥിതിക്ക് പുള്ളീനെ അങ്ങോട്ട് ഒബ്സർവ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ച്. അപ്പോൾ വേറൊരു പുള്ളിക്കാരൻ വന്നിട്ട് അവിടെ ഇരുന്നേച്ച് ഒരു മഞ്ഞ കളർ സാധനം എടുത്തിട്ട് ട്രെയിനിൻ്റെ അടിയിൽ വെച്ചിട്ട് പോയി. അപ്പോഴേക്കും ഈ ട്രെയിനിൻ്റെ ഡ്രൈവർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനലടക്കാനുള്ള ഒരു പരിപാടിക്ക് നോക്കുന്നുണ്ടായിരുന്നു. ജനലടക്കാൻ പറ്റില്ല എന്നുള്ള സംഭവം മനസ്സിലാക്കിയപ്പോൾ പുള്ളി വാതിലടച്ച് സമാധാനിച്ച് അതിൻ്റെ അകത്തിരുന്ന്. ഞാൻ നോക്കുമ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുള്ളി പോയി ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പിന്നെ പുള്ളി അവിടെ ഇവിടെയൊക്കെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞാൻ നോക്കുമ്പോഴേക്കും ഉറങ്ങാനുള്ള സെറ്റപ്പിലോട്ട് പുള്ളി പോയായിരുന്നു. നമ്മൾ പുറത്തോട്ടിറങ്ങി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും ഈ പുള്ളീനെ കണ്ടത് ഒരു മഞ്ഞ ഉടുപ്പൊക്കെ ഇട്ടിട്ട് ഒരു നാടോടി പോലത്തെ ഒരു വേഷമാണ് പുള്ളിക്കുള്ളത്. അങ്ങനെ നമ്മൾ പുറത്തിവിടെ തിരുപ്പതിയിൽ ഇറങ്ങുമ്പോൾ ഇതുപോലത്തെ ഫ്ലെക്സുകൾ നമുക്ക് കാണാൻ പറ്റും. അതിന് ഡോർമെട്രിയുടെ സ്പെല്ലിങ് കറക്റ്റാണോ എന്ന് സംശയിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്. ദേശീയ പതാക കണ്ട സന്തോഷത്തിൽ വീഡിയോ എടുക്കുന്ന ജോസ്മി. അങ്ങനെ നമ്മൾ നേരെ നടക്കുന്നത് ഈ അമ്പലത്തിലോട്ടാണ്. ഈ അമ്പലത്തിൻ്റെ സൈഡിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഉത്സവത്തിൻ്റെ ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണ കാണാം. ടോയ്സാണ് എൻ്റെ അട്രാക്ഷനിൽ പോയത് കൂടുതലും. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് ഈ ഒരു സംഭവമാണ്. ഒരു പെട്ടി പോലത്തെ ഒരു സംഭവം, കുഞ്ഞി പെട്ടി, നല്ല രസമുണ്ടായി കാണാനായിട്ട്. 150 ആണ് അവരതിന് പറഞ്ഞത്. ദിയ പിന്നെ ഒരു കണ്ണാടി വാങ്ങിച്ച്. അങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ നടക്കുമ്പോഴേക്കും കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കും ഇതിൻ്റെ ലൈറ്റ് മാറി മാറി കത്തും. പക്ഷെ അങ്ങനെ ഒരു കവർ ചെയ്ത് വെച്ചുകൊണ്ട് നമുക്കത് കാണാൻ പറ്റാത്തതാണ്. പുറത്ത് ഇറങ്ങിയപ്പോഴേക്കും നമുക്ക് ഇതേപോലെ ഈ ലൈറ്റ് മാറുന്ന വ്യൂ നമുക്ക് കാണാം. പിന്നെ കുറച്ചുകൂടെ നടന്ന് കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ഒരു പോണ്ടുണ്ട്, എന്ന് വെച്ചാൽ കുളം. അതും കണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ പ്രാർത്ഥിക്കണേയും കണ്ടിട്ട് പിന്നെ നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലോട്ടാണ് പോയത്.